ഇടുക്കിയിൽ ഡിജിറ്റൽ സർവേക്ക് കൈക്കൂലി വാങ്ങിയ താൽക്കാലിക സർവേയർ പിടിയിലായി. എസ് നിതിനാണ് വിജിലൻസിന്റെ പിടിയിലായത്. ബൈസൺ വാലി പൊട്ടൻകുളത്തെ തോട്ടമളക്കാൻ 50,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്ഥിരം പരാതി ഉയരുന്ന ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നോ ഈ നിതിൻ? അങ്ങനെയാണോ ഇയാൾ കുടുങ്ങിയത്? വിജയകുമാർ, ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബൈസൺ വാലി വില്ലേജിൽപ്പെട്ട പൊട്ടൻകാട് താവളത്തെ 146 ഏക്കർ വരുന്ന ഏലത്തോട്ടം അളക്കാനായി എസ്റ്റേറ്റ് മാനേജർ സർവേ വിഭാഗത്തെ സമീപിച്ചിരുന്നു. ദേവികുളം താലൂക്കിലെ താൽക്കാലിക സർവേയറായ നിതിൻ എസ്റ്റേറ്റിലെത്തുകയും 1 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു. 75,000 രൂപയെങ്കിലും നൽകാതെ ഈ അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാൻ കഴിയില്ല എന്നായിരുന്നു നിലപാട്. ഇതനുസരിച്ച് വീണ്ടും നിതിൻ എസ്റ്റേറ്റ് മാനേജർ അളക്കാൻ ബന്ധപ്പെട്ടപ്പോൾ 50,000 രൂപ അഡ്വാൻസായി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ വിജിലൻസിനെ അറിയിച്ചിട്ട് ഇന്ന് നേര്യമംഗലം PWD റെസ്റ്റ് ഹൗസിന് സമീപത്ത് വെച്ചായി പണം കൈമാറി. അപ്പോഴാണ് ദേവികുളം താലൂക്കിലെ താൽക്കാലിക സർവേയറായ എസ് നിതിൻ ഈ വിജിലൻസിൻ്റെ പിടിയിലാകുന്നത്. 75,000 രൂപയാണ് ചോദിച്ചത്. അഡ്വാൻസ് നിലയിൽ കൈപ്പറ്റിയ 50,000 രൂപയുമായാണ് ഈ നിതിൻ പിടിയിലായത്. ഇത്തരത്തിൽ എസ്റ്റേറ്റുകളും മറ്റ് ഭൂമികളും അളക്കുന്നതിന് സർവേയർമാർ കൈക്കൂലി ആവശ്യപ്പെടുന്നെന്ന പരാതി വ്യാപകമാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. യെസ്, ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഈ തോട്ടമളക്കാൻ 50,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് ഈ താൽക്കാലിക ജീവനക്കാരൻ പിടിയിലായത്. ഈ എസ് നിതിൻ ബൈസൺ വാലിയിൽ വെച്ചിട്ടാണ് ഈ കൈക്കൂലി വാങ്ങാൻ ശ്രമിക്കുകയും ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിലാവുകയും ചെയ്തത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.